ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സൺഡേ ഞാനും പിള്ളേരും ഹസ്ബൻഡും കൂടെ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയതാണ് കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളും ചൂടൊക്കെ ആയതുകൊണ്ട് പാർക്കിൽ പോയി ഇരിക്കാൻ കുറച്ച് നേരം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നോക്ക്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ചാൽ പോലും വളർത്തിയാൽ പോലും ഇത്രമാത്രം ഒരു പൂവ് ഉണ്ടാവുമോ അല്ലേ? എന്ത് ഭംഗിയുണ്ട്. ഒരു ഒന്നും വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല. ഇത് ആ സാഹചര്യത്തിൽ നിന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയല്ലേ ഈ വയലറ്റ് പൂ കാണാൻ. നല്ല ഭംഗി. ഇതാണ് പറയുന്നത്, നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് വളരണം അല്ലെങ്കിൽ നമുക്ക് നന്നാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നന്നാവും. അതിന് പുറകിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. നന്നാകണം എന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നന്നാവും. പിന്നെ എന്താണ്, നമ്മുടെ പാർക്കിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ഹൈഡി ആയിട്ട് നല്ലൊരു പാർക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലില പോലെ ഇങ്ങനെ മരത്തിൽ നിന്ന് ഇങ്ങനെ ചില്ലകൾ ഇങ്ങനെ താഴോട്ട് നിവർന്ന് കിടക്കുകയാണ്. പിന്നെ ഈ അടുത്തുള്ള പോണ്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കാണുമ്പോൾ ഈ പാവങ്ങൾ വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് ബ്രെഡും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ ചെന്നപ്പോൾ ഇതാണ്ട് അടുത്തൊരു വലിയ ആല് പോലത്തെ ഒരു മരത്തിൽ എന്ത് രസമുണ്ടെന്ന് നോക്കി ഒരു പൂവ്. അയ്യോ, നല്ല പിങ്ക് പൂവ്. അത് കണ്ടിട്ട് എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. അതുപോലെ നല്ല സൂപ്പർ അടിപൊളി പൂവ് കേട്ടോ. പക്ഷേ ഈ പൂവിനൊന്നും മണയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പൂവിന് മണയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു മരത്തിലുള്ള പൂക്കളാണ് ഇതൊക്കെ. പക്ഷേ എന്ത് മരമാണെന്നോ ഇത് കായാവുകയാണോ പിന്നെ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എന്തൊരു ഭംഗിയല്ല ഇത് കാണാൻ. ഇപ്പോൾ ഇവിടെ ആരും പൂ പറിക്കുകയോ ഒന്നും ചെയ്യല്ല കേട്ടോ. എല്ലാവരും ഇത് ആസ്വദിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഇവിടെ ആരും പൂ പറിക്കത്തൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇത് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുള്ളൂ കേട്ടോ. എങ്ങനെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാതിരിക്കും. എന്ത് ഭംഗിയല്ല ഇത് കാണാൻ. വല്ലപ്പോഴും ഈ സമ്മർ ആകുമ്പോഴത്തേക്കും എല്ലാം ഭംഗിയാണ്. വെട്ടവും വെളിയും ഉള്ളതുകൊണ്ട് എല്ലാം ഭംഗിയാണ്. കാണുന്ന എല്ലാം മനോഹരമാണ്. അതിപ്പം സമ്മറിലാണ് നമുക്കെല്ലാം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, പരസ്പരം മുഖത്തോട് മുഖം നോക്കി മനുഷ്യന്മാർക്ക് നോക്കി നടക്കുകയുള്ളൂ. എന്നാ പറയണ്ടേ, വെട്ടം വരുമ്പോഴത്തേക്ക് എല്ലാം നല്ല പ്രകാശമാണ്, എല്ലാത്തിനും ഭംഗിയാണ്. പിന്നെ ഇതാണ്ട് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് നമ്മുടെ ആകാശവും ഭൂമിയും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം കൂടെ അടിപൊളിയായിട്ട് നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുന്നു. ഇതാണ്ട് അടുത്തൊരു മരം. ഇതാണ്ട് ഇതിൽ നമ്മുടെ കുന്തിരിക്കം പോലെ വെള്ളപ്പൂക്കൾ. ഇതും ഒരു ഭംഗിയാണ് കേട്ടോ. ഇതിപ്പം ഫ്യൂച്ചറിൽ ഇത് കായാവുകയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അപ്പനും മക്കളും എല്ലാം കൂടെ ഇവിടെ വർഷങ്ങളായിട്ട് ഒടിഞ്ഞ് കിടക്കുന്നൊരു മരമുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ പിള്ളേരൊക്കെ വന്ന് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നതാണ്. അപ്പം കുറേ നേരം ഞങ്ങൾ അത്തേലൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ ഡെയ്സിക്ക് നമ്മുടെ മുയലിന് കുറച്ച് പുല്ലൊക്കെ ഞങ്ങൾ പറിച്ചു കേട്ടോ. അപ്പം വരുന്ന വഴിക്കാണ് ഒരു കണിക്കൊന്ന പോലത്തെ ഒരു സംഭവം കണ്ടു കേട്ടോ. ഈ നാട്ടിലും കണിക്കൊന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാർഡനാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നമ്മുടെ ഗാർഡൻ നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഈ റോസയിൽ ഒരു പുതിയ റോസപ്പൂവും കൂടെ ഉണ്ടായിട്ടുണ്ട്. നോക്കി, പലതിനും പല കളറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.